ജന്തുക്കൾ മുഖേനയുള്ള പരാഗണം അറിയപ്പെടുന്ന പേര്. പോളിനേഷൻ ഡ്യൂ ടു ആനിമൽ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ സൂഫിലി, ഓപ്ഷൻ ബി അനിമോഫിലി, ഓപ്ഷൻ സി ഹൈഡ്രോഫിലി, ഓപ്ഷൻ ഡി ഓർണിത്തോഫിലി. ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ എ സൂഫിലി. അനിമോഫിലി എന്ന് പറഞ്ഞാൽ കാറ്റ് മുഖേനയുള്ള പരാഗണമാണ്. ഹൈഡ്രോഫിലി എന്ന് പറയുമ്പോൾ ജലം മുഖേനയുള്ള പരാഗണം. ഓർണിത്തോഫിലി എന്ന് പറഞ്ഞാൽ പക്ഷികൾ മൂലമുള്ള പരാഗണം. ഇങ്ങനെയാണ് ഈ ഓരോ പരാഗണങ്ങളും അറിയപ്പെടുന്ന പേര്. അപ്പോൾ ജന്തുക്കൾ മുഖേനയുള്ള പരാഗണമാണ് സൂഫിലി. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം. ഫ്ലവർ dependent only on bees for its pollination. തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പമാണ് സൺഫ്ലവർ. കീടങ്ങൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്ന പേര്. പോളിനേഷൻ ബൈ പെസ്റ്റ്സ് ഈസ് നോൺ ആസ്. കീടങ്ങൾ മൂലമുള്ള പരാഗണം എൻഡമോഫിലി. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ? ഫാസ്റ്റ് സോലിബിൾ വൈറ്റമിൻസ് ആർ വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് വൈറ്റമിൻ കെ. കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക. ഫൈൻഡ് ദ ഓഡ് മാൻ ഇൻ ദ ഗിവൺ ഗ്രൂപ്പ്. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ ഡി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഇ. ഇതിൽ ശരിയായ ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ ബി. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ എന്നിവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിൻ. ഫ്രൂട്ട്സ്, ഗോസ്ബെറി, പപ്പായ, മുരിങ്ങ ആർ റിച്ച് ഇൻ വിറ്റാമിൻ വൈറ്റമിൻ സി. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. വൈറ്റമിൻ റെസ്പോൺസിബിൾ ഫോർ ക്ലോട്ടിംഗ് ബ്ലഡ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ. വൈറ്റമിൻ റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് നെർവ്സ്. ഇതിനാവശ്യമായ വിറ്റാമിനാണ് വൈറ്റമിൻ ഇ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന വിറ്റാമിൻ. വൈറ്റമിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. കണ്ണ്, മുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ. വൈറ്റമിൻ റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ ആൻഡ് ഹെയർ. ഇതിനാവശ്യമായത് വൈറ്റമിൻ എ ആണ്. ധാന്യങ്ങൾ, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിൻ. വൈറ്റമിൻ റിച്ച് ഇൻ സെറീൽസ്, എഗ്, മിൽക്ക് ആൻഡ് കൊളക്കേഷ്യ ലീഫ്. ഇതിന്റെ ആൻസർ വിറ്റാമിൻ ബി. വിറ്റാമിൻ കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിന് ഉദാഹരണങ്ങൾ. എക്സാമ്പിൾസ് ഫോർ ഫുഡ്സ് റിച്ച് ഇൻ വൈറ്റമിൻ കെ. ക്യാബേജ്, കോളിഫ്ലവർ, സ്പിനാച്ച് അല്ലെങ്കിൽ ചീര, കോൺ. ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളം വെയിൽ കൊള്ളിക്കാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ്? Why babies who have not started eating are exposed to sun for a while? To produce vitamin D, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
മോണക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതെല്ലാം ഇനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം? വാട്ട് ഐറ്റംസ് എ പേഴ്സൺ വിത്ത് ഗം ഡിസീസ് ഷുഡ് ഇൻക്ലൂഡ് ഇൻ ഹിസ് ഡയറ്റ്? ഫ്രൂട്ട്സ്, ഗോസ്ബെറി അല്ലെങ്കിൽ നെല്ലിക്ക, പപ്പായ, മൊരിങ്ങ ലീഫ് എക്സെട്ര. ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന് നന്നായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അടച്ചുവെച്ച് വേവിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? Why it is said that fruits and vegetables should be kept closed while cooking? അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പത്തിൽ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടിയാണ് അടച്ചുവെച്ച് വേവിക്കണം എന്ന് പറയുന്നത്. Vitamin C in them is soluble in steam. This is to prevent it from escaping easily with the steam. പച്ചക്കറികൾ കഴുകിയ ശേഷം മുറിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? Why it is said that vegetables should be cut after washing? നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെയാണ്. അതായത് some vitamins are soluble in water. If we wash after cutting, the vegetable that vitamins may lose. അതായത് നമ്മൾ മുറിച്ചതിന് ശേഷം കഴുകുകയാണെങ്കിൽ അതിലുള്ള വാട്ടർ സോലിബിൾ ആയ വൈറ്റമിൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം. An element required for the production of hemoglobin in the blood. ഇരുമ്പ് അല്ലെങ്കിൽ അയേൺ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏവ? What elements are needed in the construction of bones and teeth and in the function of muscles and nerves? ഇതിനാവശ്യമായ മൂലകങ്ങളാണ് കാൽഷ്യവും ഫോസ്ഫറസും. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായകമായ മൂലകം. Element which helps to maintain required amount of water in our body. ഇതിന് സഹായിക്കുന്ന മൂലകമാണ് സോഡിയം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ മൂലകം. It is an essential element for the proper functioning of the thyroid gland and for mental development. ഇതിന് രണ്ടിനും ആവശ്യമായ മൂലകമാണ് അയോഡിൻ. ഏതൊക്കെ പദാർത്ഥങ്ങളിലൂടെയാണ് അയോഡിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? Through what substances does iodine enter in our body? കടൽ വിഭവങ്ങൾ, അയോഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല മുതലായവയിലൂടെയെല്ലാം നമുക്ക് അയോഡിൻ ലഭിക്കും. ത്രൂ സീ ഫുഡ്സ്, അയോഡൈസ്ഡ് സാൾട്ട്, സീ ഫിഷ് ഹെഡ്സ് എക്സെട്ര. ഏതു മൂലകത്തിന്റെ അപര്യാപ്തത മൂലമാണ് കുട്ടികളിൽ വിളർച്ച അനുഭവപ്പെടുന്നത്? Anemia in children is caused by the deficiency of which element? വിളർച്ചയ്ക്ക് കാരണമാകുന്നത് ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവ് വരുന്നതാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ്. ഇതിന് കാരണമാകുന്നത് വിറ്റാമിൻ എയുടെ കുറവാണ്. വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. എ ഡിസീസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് വൈറ്റമിൻ ബി. നമ്മുടെ വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ. അയോഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. എ ഡിസീസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് അയോഡിൻ.
അയോഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണം ആണ്? ബോൺ തിന്നിങ് ആൻഡ് ബെൻഡിങ് ഇസ് എ സിംറ്റം ഓഫ് വിച്ച് ഡിസീസ്? കണരോഗം അഥവാ റിക്കിഡ്സിന്റെ ലക്ഷണമാണ് ഇത്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? പസ് ആൻഡ് ബ്ലീഡിംഗ് ഗംസ് ആർ എ സിംറ്റം ഓഫ് എനി ഡിസീസ്? സ്കർവി രോഗത്തിന്റെ ലക്ഷണമാണ് ഇത് രണ്ടും.